ചേട്ടൻ നമുക്ക് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് മട്ടൻ കുറുമയാണ്. ആ മട്ടനൊക്കെ വെന്ത് നല്ല സൂപ്പറായിട്ട് ഉണ്ടോ, ആ ഗ്രീനിഷ് കളറൊന്നുണ്ടോ. നമ്മൾ ഒരു മട്ടൻ ഒരു പിടുത്തം പിടിക്കും നമ്മളിന്ന് ഇരിക്കുക കേട്ടോ. അപ്പൊ ഞങ്ങൾ അപ്പത്തിന്റെ കൂടെ ഇത് സെർവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ്. എല്ലിൻ്റെ മജ്ജയൊക്കെ ഉണ്ടോ, സൂപ്പറായിട്ട്. അപ്പൊ നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ബിജു എന്നാണ് പേര് ചേട്ടന്റെ. അപ്പൊ ഞാൻ ഓൾറെഡി എന്റെ യൂട്യൂബിൽ നേരത്തെ ചേട്ടന്റെ യൂട്യൂബ് ചാനലിൽ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ആൾ ഇവിടെ എത്തിയേക്കുന്നതാണ്. ഞങ്ങൾക്ക് നേരത്തെ തൊട്ടേ അറിയുന്ന കേട്ടോ. അപ്പൊ ചേട്ടന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, റോയൽ ഫുഡ് വൈബ്സ് എന്നാണ് പേര്. അപ്പൊ യൂട്യൂബ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. 25 വർഷത്തെ പരിചയമാണ് കുക്കിംഗ് ഫീൽഡില്. 25 വർഷമായിട്ട് ചേട്ടൻ കാറ്ററിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോതമംഗലം ഭാഗത്ത് അറിയപ്പെടുന്ന ഒരാളാണ് ഇത് നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. അപ്പൊ ചേട്ടന്റെ ചാനലിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ചേട്ടന്റെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ എല്ലാവരും അത് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി മട്ടൻ കുറുമയാണ് ചേട്ടൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അല്ലെ. അതായത് എന്താ പറയാ, ഒരു സ്പെഷ്യൽ മട്ടൻ കുറുമയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓപ്പൺ എയറിൽ വെച്ചിട്ടാണ്. ഞങ്ങൾ ആനക്കയം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ആറിന്റെ തീരത്താണ് ഞങ്ങൾ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ കാറ്റൊക്കെ അടിച്ച് എന്താ പറയാ നന്നായിട്ട് കുക്ക് ചെയ്യാൻ നമുക്ക്. അപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ട് പോവാണ്. അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു മാസ്ക് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് യൂറോ ഹയർ എന്ന് പറഞ്ഞൊരു മാസ്ക് ആണ്. 3 ലെയർ ആണ് കേട്ടോ ഈ മാസ്കിനുള്ളത്. നല്ല അടിപൊളി മാസ്ക് ആണ്. ഞാനിപ്പോ എനിക്ക് നല്ല കംഫർട്ടബിൾ ആണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവർക്കും ഏറ്റവും നല്ലൊരു മാസ്ക് ആണിത്. അപ്പൊ ചേട്ടാ ഇത് കണ്ടില്ലേ, നല്ല മാസ്ക് ആണ് ഇത്. ഓക്കെ, ഇത് നല്ല ബിഗ് സൈസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് ചേട്ടനൊന്ന് വെച്ച് നോക്കി അറിയാം പാകമാവുന്നുണ്ടോന്ന്. ഈ മാസ്കിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഈ മാസ്കിന് മൂക്കിന്റെ അവിടെയാണ് വെയിറ്റ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടിരിക്കും, താഴേക്ക് പോകത്തില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. സ്കിൻ ഫ്രണ്ട്ലി ആണിത്. പിന്നെ സാധാരണ മാസ്കുകളൊക്കെ അവര് യൂസ് ചെയ്യുന്നത് നമ്മൾ ബാഗിലൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇല്ലേ, അതുപോലത്തെ മെറ്റീരിയൽ ആണ് മാസ്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് നമുക്ക് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ക്ലോത്ത്. ഇത് പക്ഷെ നമുക്ക് ഫേസിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് വെച്ചിട്ടാണ് അവരത് ചെയ്തേക്കുന്നത്. പിന്നെ മാത്രമല്ല ഇത് ഇടുമ്പോ ഒരു ലുക്കില്ലേ, അപ്പൊ ഇത് ഫോഗ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു മാസ്ക് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല എളുപ്പമല്ലേ. പ്രത്യേകിച്ച് സ്പെക്സ് വെക്കുന്നവർക്ക് ഈ ഒരു എന്താ പറയാ, ഞാനത് വെച്ച് കാണിച്ചു തരാം. സ്പെക്സ് വെക്കുന്നവര് ഇതിന്റെ ഈ ഒരു ഭാഗത്ത് വേണം സ്പെക്സ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്പെക്സ് ഇവിടെ നല്ല രീതിയിൽ നിൽക്കും, നമ്മുടെ മാസ്ക് നല്ല രീതിയിൽ നിൽക്കും. തല കുളിച്ചാലൊന്നും ഒട്ടും താഴേക്ക് പോകത്തില്ല. പിന്നെ അതുപോലെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ സംസാരിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വോയിസ് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒട്ടും പുറത്തു പോകുന്നില്ല. അതേ ക്ലാരിറ്റിയോട് തന്നെ നമുക്ക് കിട്ടും. മറ്റേ മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ക്ലിയർ ആവത്തില്ല. അപ്പൊ ഇത് സംസാരിക്കുമ്പോൾ നല്ല ക്ലിയർ ഇല്ലേ. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒരു ഇറിറ്റേഷനും ഇല്ല കേട്ടോ. നമുക്ക് വെക്കുമ്പോൾ മറ്റു മാസ്കുകൾ വെക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. നല്ലൊരു അടിപൊളി മാസ്ക് അത്. പിന്നെ ഇത് നമുക്ക് സിംഗിൾ ഉണ്ട്, അതുപോലെ തന്നെ ഫാമിലി പാക്ക് ഉണ്ട്, അതുപോലെ തന്നെ കപ്പിൾ പാക്ക് ഉണ്ട്. അങ്ങനെ 3 രീതിയിലാണ് ഈ ഒരു മാസ്ക് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മാസ്ക് വേണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതുപോലെ ഇതിനൊരു കൂപ്പൺ കോഡ് ഉണ്ട്. ആ ഒരു കോഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങിക്കാം. ഞങ്ങളിന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയിട്ടുള്ള നല്ലൊരു ലൊക്കേഷനിലാട്ടോ. നല്ല ഭംഗിയാണ് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. കാഴ്ച കണ്ടിട്ട് കുക്ക് ചെയ്യാം. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു ചേട്ടനെ ഇവിടെ വലയൊക്കെ വീശുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ബിജോ ചേട്ടൻ്റെ കൂടെയാണുള്ളത്. ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ആനക്കയത്തുള്ള ഒരു നല്ലൊരു ആറ്റിൻ്റെ സൈഡിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാറ്റൊക്കെ അടിച്ച് അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളിന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് ചേട്ടൻ നമുക്ക് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് മട്ടൻ കുറുമയാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഒക്കെ ടൈം വരുമല്ലേ,
അപ്പോൾ ആ ഒരു സമയത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് ഇത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചേട്ടനോട് ചോദിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചേട്ടാ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ആദ്യം നമ്മൾ മട്ടൺ ഒരു 2 കിലോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. 2 കിലോ മട്ടണിൽ നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ട് വെളിച്ചെണ്ണയും തിരുമ്പി നമ്മൾ അടുപ്പത്ത് വെച്ച് നമ്മൾ വേവിച്ചെടുക്കും. വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി മസാല ഗ്രേവി അടിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണത്. അപ്പൊ നമ്മൾ ഇവിടെ മട്ടനൊക്കെ കഴുകി നല്ല ക്ലീൻ ആക്കി ഇത് കണ്ടില്ലേ വെച്ചേക്കുവാണ്. അപ്പൊ നമ്മള് ഇതിപ്പോ എത്ര കിലോ? 2 കിലോ മട്ടൺ ഉണ്ട്. 2 കിലോ. ഓക്കെ, 2 കിലോ മട്ടനാണ് എടുത്തേക്കുന്നത്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞപ്പൊടി. ഉപ്പിട്ടോ? ഒരു 1.5 സ്പൂൺ ഉപ്പിട്ടോ? കുമിച്ചിട്ടോ? 1/2 സ്പൂൺ ഇട്ടോ? ഓക്കെ. നമ്മൾ 1 സ്പൂൺ ഒരു വലിയ സ്പൂൺ ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി 1 സ്പൂൺ വരാൻ പാകത്തിനുള്ള അത് തന്നെ. നമ്മൾ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുക നമുക്ക്. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കുക. ആ മഞ്ഞപ്പൊടി കുരുമുളകൊക്കെ ഒന്ന് മിക്സ് ആകാൻ പാകത്തിന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് വേവിക്കാൻ വെക്കണം. ഏകദേശം ഒരു അരമണിക്കൂർ വേവ് സമയം പിടിക്കും. ഇതുപോലെ കുക്കറിലാവുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂല. നമ്മൾ സ്റ്റൗവിൽ വേവിക്കുമ്പോൾ അല്ല, വിറകടുപ്പിലാണ് ശരിക്കും മട്ടണൊക്കെ വേവിച്ചാലാണ് ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ ഒരു കൊണ്ട് അല്പം നെയ്യ് ഇട്ടിട്ടുണ്ട്. നല്ല ഇത് ടേസ്റ്റ് ആകുമ്പോൾ അതിന് അത് തന്നെ. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് ഒരു അരമണിക്കൂർ ഏകദേശം വേവാനുള്ള സമയം എടുക്കും. നമുക്ക് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. അടച്ചു വെച്ച് വയ്ക്കാം. ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു വയ്ക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ സമയം പിടിക്കും നമുക്ക്. അപ്പത്തേനും നമ്മുടെ സീനറിയൊക്കെ ഒന്ന് കാണാം നമുക്ക്. അപ്പൊ ഇത് എന്തായാലും നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഇളക്കി നോക്കാം. മൂടി തുറന്നിട്ട് നമുക്ക് വേണ്ടോ? നല്ല മണം വരുന്നുണ്ട്. നന്നായിട്ട് ഉണ്ടോ മട്ടനൊക്കെ നല്ല പകുതി നെയ്യൊക്കെ വരുന്നുണ്ട്. നല്ല ഏകദേശം ഒരു പകുതി വേവായെന്ന് തോന്നുന്നു. നല്ല മുട്ടനാടിൻ്റെ ഇറച്ചിയാ, പ്രത്യേകം പറഞ്ഞ് കൊണ്ടുവന്നതാ. അപ്പോൾ ഏകദേശം ഒരു പകുതി വേവായോളൂ. നമുക്ക് ഒന്നുകൂടെ ഇത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റോടെ വെയിറ്റ് ചെയ്യാം. നല്ല നാടൻ മട്ടൻ കിടന്ന് വേവണ കണ്ടോ? നല്ല തിളയ്ക്കണത്. നല്ല മട്ടൻ കുറുമയ്ക്കുള്ള മട്ടൻ കിടന്ന് വെന്തുകൊണ്ടിരിക്കണുണ്ടോ? സൂപ്പറായിട്ട് അടിപൊളി മട്ടൻ. നമ്മൾ ഈ പുഴ തീരത്ത് ഇരുന്ന് നമ്മൾ കഴിക്കുന്നു. ഇതിനകത്ത് നമ്മൾ അതിനകത്ത് മഞ്ഞപ്പൊടി ഉപ്പ് കുരുമുളക് മാത്രമേ ചേർത്തോളൂ. പിന്നെ ബാക്കി നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കും നമ്മള്. ഇന്ന് നമ്മൾ മട്ടൻ കുറുമ ഉണ്ടാക്കാൻ പോണേ. ഗ്രേവി അടിച്ച് മട്ടൻ കുറുമ നമ്മള് ഗ്രേവിയൊക്കെ പായുമ്പോൾ നമ്മൾ വേവിച്ച മട്ടൻ ഇട്ട് മട്ടൻ കുറുമ ഉണ്ടാക്കാൻ പോണേ. അപ്പൊ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചാലോ? ഒഴിച്ചോ? നമ്മൾ ഏകദേശം ഇതിനകത്തേക്ക് ഒരു 100 ml വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് ആവുള്ളൂ. പോയാൽ മതി. അപ്പോൾ നമ്മൾ 2 കിലോ മട്ടൺ എടുത്തേക്കണം. 2 കിലോ മട്ടൺ നമ്മൾ ഏകദേശം 1 കിലോ സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മട്ടൻ്റെ പകുതി മീറ്റിൻ്റെ പകുതി നമുക്ക് സവാള വേണം. എന്നാൽ മാത്രമേ ഗ്രേവിയൊക്കെ അടിച്ച് നല്ല ടേസ്റ്റ് ആവുള്ളൂ, പിന്നെ കുറുകിയിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആ സവാള എടുത്തിട്ട് ഇട്ടോ
നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് സവാള. ഒന്ന് കാണിച്ചു കൊടുത്തേ കേട്ടോ. നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സവാള സാധാരണ അരിയുന്ന പോലെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് നമുക്ക് മെൽറ്റായി കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുത്തേ. നമ്മൾ സവാളയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഉപ്പിടുന്നോളൂ, അത് മതി. നമ്മൾ ഓൾറെഡി മട്ടൺ ആവശ്യമുള്ള ഉപ്പ് നമ്മൾ കൂടുതൽ ഉപ്പിട്ടുണ്ട്, നമ്മൾ അല്പം ഉപ്പിട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതിനകത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം നമ്മൾ ഫസ്റ്റ് ഇടേണ്ടതായിരുന്നു. നമ്മളവിടെ എടുത്തു വെച്ചപ്പോൾ ഒന്നോടെ ഇടുവാണ്. അപ്പോൾ അത് കിട്ടോ ഒരു 10 ഗ്രാമ്പു, ഒരു 5-10 ഏലക്ക, പിന്നെ ചെറിയ കഷ്ണം ഒരു കഷ്ണം പട്ട, പിന്നെ തക്കോലമൊക്കെ ചെറിയൊരു കഷ്ണം, അത്രേ ഉള്ളൂ. ചെറിയ ആവശ്യത്തിന് ചേർത്താൽ മതി, കൂടുതൽ ആവശ്യമില്ല. നമ്മൾ ആ മസാലയും കിട്ടാം. നമ്മളത് ആദ്യം ഉരുണ്ടയായിരുന്നു, നമ്മളത് വിട്ടുപോയി. അത് എണ്ണ കിടന്നൊന്ന് ശരിക്കും ആയാൽ മതി. അപ്പോൾ നമ്മൾ ഇഞ്ചി അല്പം ഇട്ട് കൊടുത്തോ. ഒരു വലിയ ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 25 എത്ര എന്തോരുണ്ട്, വലിയൊരു കഷ്ണം ഇഞ്ചി. അതുപോലെ തന്നെ നമ്മളിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 തുടം വെളുത്തുള്ളി. 2 തുടം എന്ന് വെച്ചാൽ ഒരു വലിയ 2 വെളുത്തുള്ളിയാണ് വലിപ്പമുള്ളത്. നമ്മൾ ചോപ്പ് ചെയ്ത് എടുത്തേക്കണത്. നമ്മൾ കറിവേപ്പിലയും കൂടെ ഒരു 2-3 കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം നമുക്ക് അല്പം. മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നമ്മൾ കുരുമുളക് പൊടി ഒരു 1/2 സ്പൂൺ കേട്ടോ. കസ്തൂരി മെത്തി ഇട്. കുറച്ചും കൊണ്ട് കേട്ടോ, അത്ര കൊണ്ട് കേട്ടോ. ഓക്കെ, ഒരു ടേബിൾ സ്പൂൺ അളവിൽ. ഇനി നമുക്ക് നമ്മൾ പേസ്റ്റ് അരച്ച് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ പച്ചമുളകിൻ്റെ പേസ്റ്റ്. നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കണില്ല, നമ്മൾ പച്ചമുളകിലാണ് നമ്മൾ എരിവ് ചേർക്കുന്നത്. ഇത് ഏകദേശം ഒരു 100-150 ഗ്രാം പച്ചമുളക് ഉണ്ട്, അരച്ചിട്ടുണ്ട് നമ്മൾ പേസ്റ്റ്. അപ്പോൾ നമ്മൾ പകുതി ആദ്യം ചേർക്ക്. 50 ഗ്രാം 50 ഗ്രാം അല്ലേ? കുറച്ചോളം ചേർത്തോ, മതി. ഇനി നമ്മൾ ഇതിൻ്റെ എരിവൊന്ന് ഓക്കെ ആണോ നോക്കണം. നമ്മൾ ചേർത്തണ്ടല്ലോ, ഉണ്ടമുളക് ചേർത്തന്നെ ഒരു മക്ക് ചൊവ്വയാണ്. അത് നമ്മൾ സാധാ പച്ചമുളക് ചേർക്കണത്. നമ്മൾ അല്പോണം ചേർത്തോ, ഇത് കുഴപ്പമില്ല, അതായിരുന്നു കുഴപ്പമില്ല. 100 ഗ്രാം ചേർത്തിട്ടുണ്ട്. 100 ഗ്രാം പച്ചമുളക് ഒരു 3 സ്പൂൺ ഇടണം. നമ്മൾ മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ ചേർക്കാം. 3 ടേബിൾ സ്പൂൺ. ഇത് തന്നെ സ്പൂണോ? വലിയ സ്പൂൺ ചേർത്തോ, 3 സ്പൂണ്. ചേർത്തോ, ഓക്കെ. നമ്മളൊരു 1/2 സ്പൂൺ ആ സ്പൂണിന് ഗരം മസാലകളും ചേർക്കാം. അതും ടേബിൾ സ്പൂൺ തന്നെയല്ലേ? അതും ടേബിൾ സ്പൂണ്. ചേർത്ത്. നമ്മൾ നല്ല പൊടിച്ചുണ്ടാക്കിയ മെറീന വീട്ടിൽ പൊടിച്ചാണ് ഇതൊക്കെ. നമ്മൾ ഏകദേശം ഒരു 150 ഗ്രാം നട്ട്സ് അരച്ച് വെച്ചിട്ടുണ്ട്. ആ നട്ട്സുകൾ ചേർക്കുക. ഒഴിച്ചോ. 3 തേങ്ങയുടെ 2-ാം പാൽ അല്ലേ? 3 തേങ്ങയുടെ 2-ാം പാൽ. മിൽക്കി മിസ്റ്റിന്റെ ഫ്രഷ് ക്രീം ആട്ടോ. ഇത് എത്ര ഉണ്ടാവും ഗ്രാം? അത് 200 ml. അത് അങ്ങനെ ചേർത്തോ.
ഇതൊന്നും ചേർത്താലാണ് നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. ഇനി ഇതൊന്ന് തിളച്ച് വന്നം. ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് തിളച്ചാൽ കുഴപ്പമില്ല. ഇപ്പം ഒത്തിരി തിളപ്പിക്കാണ്ടിരിക്കുവാണ് നല്ലത്. ഇനി നമുക്ക് എന്തെങ്കിലും മട്ടനുകൾ ഇടാം. ഇതാണ് നമ്മൾ വേവിച്ച് വെച്ച മട്ടൻ. അല്ല മട്ടൻ്റെ ആണ്ടോ എന്താണ് നെയ്യൊക്കെ. ഒരു ടീസ്പൂണും കൂടെ ഗരം മസാല. അത് ഫ്ലേവർ കുറവാണെങ്കിൽ ചേർത്താൽ അല്ലേ? അത് തന്നെ. കുരുമുളക് പൊടി ചേർത്തില്ല, അവരവന് ഇഷ്ടമുള്ള എരിവിനുള്ള കുരുമുളക് പൊടി ചേർത്താൽ മതി. ഗരം മസാല ടേസ്റ്റ് കുറവ് വരികയാണെങ്കിൽ കുരുമുളക് വല്ല ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഒന്നാം പാലും കൂടെ നമ്മൾ ഒഴിക്കുകയാണ്. ഒന്നാം പാല് മാറ്റി വെച്ചൊക്കെ പറഞ്ഞു. ഒന്നാം പാലും ഒഴിച്ചോ. നല്ല കുറുകിയ പാലാണ്. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും തിളപ്പിക്കരുത് അല്ലേ? തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പിരിഞ്ഞൊക്കെ പോവും. നല്ല കൊഴുപ്പുണ്ട്, അത്യാവശ്യം തിക്നെസ്സും ഉണ്ട്. ഇനി നെയ്യും കൂടെ താളിക്കുമ്പോഴത്തേനും സൂപ്പറാവും. ഓക്കെ, അപ്പോൾ നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അല്പം. നമുക്ക് ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെരിഞ്ചീരകം ഇട്ടോ. ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം. പെരിഞ്ചീരകം ഇടുന്നതിന് കൂടെ തന്നെ നമ്മളൊരു 100 ഗ്രാമിൻ്റെ താഴെ നട്ട്സും ഇട്ട് കൊടുത്തു. അതാകുമ്പോഴത്തേനും നമ്മൾ തക്കാളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗൾ തക്കാളി. എത്ര തക്കാളി ഉണ്ട്? 2 തക്കാളി. 2 തക്കാളികൾ ഇതിൻ്റെ അത് ഇട്ട് കൊടുക്കും. നമ്മൾ തക്കാളിയും കൂടെ നന്നായിട്ട് ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ മട്ടൻ കുറുമയിലേക്ക് നമ്മൾ ചേർക്കും. അങ്ങ് ഇട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ മട്ടൻ കുറുമ അടിപൊളിയായിട്ടുണ്ട്. നല്ല മണം വരുന്നത്. ശരിക്കും മണം വരുന്നത്. ആ പെരുംജീരകവും ഒക്കെ വന്നപ്പോൾ ആ താളിച്ച് തക്കാളിയും എല്ലാം വന്നപ്പോൾ ഈ 2 കിലോ നമ്മൾ മട്ടനിൽ കുറുമ വെച്ച് എത്ര പേർക്ക് കഴിക്കാൻ വേണ്ടി പറ്റും? 2 കിലോ കുറുമ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-12 പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും. നല്ല ഗ്രേവി ഉണ്ടല്ലോ. ആ മട്ടനൊക്കെ വെന്ത് നല്ല സൂപ്പറായിട്ട് ഉണ്ടോ. ആ ഗ്രീനിഷ് കളർ വന്നുണ്ടോ, സൂപ്പറായിട്ടോ. വായിൽ നല്ല വെള്ളം വരുന്നു. ആ മട്ടൻ്റെ ആ കിടപ്പ് കണ്ടിട്ട് ഉണ്ടോ, നമ്മൾ ഒരു മട്ടൻ ഒരു പിടുത്തം പിടിക്കും നമ്മളിന്ന്. നമ്മുടെ മട്ടൻ കറി നന്നായിട്ട് തണുത്ത് നല്ല കുറുകി ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ അപ്പത്തിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് മുമ്പായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ്. നല്ല മണവും അതുപോലെ നല്ല ടേസ്റ്റാണ്. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇല്ലേ, നമുക്ക് ആദ്യം അപ്പത്തിൻ്റെ കൂടെ കിട്ടുന്ന നല്ല കുറുകിയ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലാ സൈഡിലൊക്കെയാണ് ഈ ഒരു കറി ശരിക്കും അല്ലേ നല്ല രീതിയിൽ ചെയ്യുന്നത്. എല്ലാ ഭാഗത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ നല്ല കറി കിട്ടത്തില്ല. പക്ഷെ ഇതൊരു 1.5 കറിയാട്ടോ. ചേട്ടൻ എന്തായാലും അടിപൊളിയായിട്ടാണ് ഇത് കുക്ക് ചെയ്തേക്കുന്നത്. പുകഴ്ത്തി പറയുന്നതല്ല, എല്ലാവരും മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകം ക്രിസ്മസ് ഒക്കെ വരുന്ന സമയമല്ലേ, അപ്പോൾ എന്തായാലും ഇത് വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ്. നമ്മുടെ മട്ടൻ കുറുമ നല്ല അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കറി. ഒരു കഷ്ണം നല്ല അപ്പവും നമ്മുടെ നല്ല അടിപൊളി കറിയാട്ടോ. സൂപ്പർ കറി. ഏതായാലും നല്ല സൂപ്പർ കറി. ചുമ്മാ പറഞ്ഞാണ് പറയുന്നത്. സത്യമായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കറി ആദ്യമായിട്ടാട്ടോ കഴിക്കുന്നത്. ഞാൻ ഒരു കല്യാണത്തിന് പോയപ്പോൾ ഇതുപോലെ ഒരു കറി കഴിച്ചു. പക്ഷെ അതിനെക്കാട്ടിലും ടേസ്റ്റ് ആണത്. നമ്മൾ നല്ല വെളിച്ചെണ്ണയിൽ നല്ല ഉണ്ടാക്കിയ
ഇത് മട്ടൻ വേണമെങ്കിൽ കുറുമ വേണമെങ്കിൽ ഡാൽഡയിൽ ഉണ്ടാക്കാം. ഉണ്ടോ മട്ടനൊക്കെ ഉണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ടോ. ഇത് ക്രിസ്മസിനൊക്കെ സമയങ്ങളിൽ മട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി റെസിപ്പിയാണ് മട്ടൻ കുറുമ. കൊച്ചിന് കൊടുക്കാതെ എല്ലാരും അഭിപ്രായം പറഞ്ഞോണ്ടിരിക്കും അല്ലേ. അപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയൊക്കെ നമ്മൾ ഫസ്റ്റ് കോഴ്സായിട്ട് കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. നിങ്ങൾ പാലക്കാരൊക്കെ അല്ലേ, പാലക്കാരുടെ അച്ചായന്മാരുടെ സ്റ്റൈലാണത്. കല്യാണത്തിന് മുമ്പേ എന്നെ കണ്ടിട്ടില്ല. അല്ലാതെ പേടിക്കണ്ട, ഇനിയുള്ള കല്യാണത്തിന് വിളിച്ചാൽ മതി. അടുത്ത കല്യാണത്തിന് വിളിച്ചാൽ മതി. ഉണ്ടോ ആ എല്ലാം കണ്ടോ, അല്ല ആ എല്ലിൻ്റെ മജ്ജയൊക്കെ ഉണ്ടോ, സൂപ്പറായിട്ട്. ആ നട്ട്സൊക്കെ അരച്ച് ചേർത്തപ്പോ തേങ്ങാപ്പാൽ നട്സ് അല്ലാതെ എടുത്തത്. ഇത് നല്ല കോസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നട്ട്സ് അരച്ച് ചേർത്തില്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നട്ട്സ് അരച്ച് ചേർത്തില്ലാന്ന് വെച്ചാൽ പ്രശ്നങ്ങളില്ല. ഉള്ളവരെ ചെയ്യുക, അത് ഓപ്ഷണലാണ്. നല്ല ഗ്രേവി വിട്ട് അടിക്കണം. ഇപ്പൊ ക്രിസ്മസ് ഒക്കെ വരാൻ പോവല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ക്രിസ്മസിന്. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചത് കണ്ടില്ലേ, പാത്രമൊക്കെ അങ്ങനെ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും റോയൽ ഫുഡ് വൈബ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം വേറൊന്നുമല്ല, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് കേട്ടോ. അപ്പോൾ ഹാർഡ് വർക്ക് മാത്രമല്ല, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു കുക്കാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് കുക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ എല്ലാവരും അത് പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.